തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഇന്ന് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12:30 പ്രത്യേക വിമാനത്തിൽ വിജയ് മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും. തുടർന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം കൊല്ലൂരിലേക്ക് പോവുക. ഉച്ചയ്ക്ക് 3 മണിയോടെ ക്ഷേത്രത്തിലെത്തും. അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തും. ദില്ലിയിലെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം വിമാനമാർഗമാണ് അദ്ദേഹം മംഗളൂരുവിലെത്തുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം, അതായത് 150 കിലോമീറ്ററോളം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യും. ക്ഷേത്ര ദർശനം, അതായത് 3 മണിക്കാണ് ക്ഷേത്ര ദർശനം നടത്തുക. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ച് മംഗളൂരു വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിനാണ് ചെന്നൈയിലേക്ക് പുറപ്പെടുക. ഏതായാലും വിജയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മൂകാംബിക ക്ഷേത്രവും പരിസരവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക പോലീസിനെ കൂടാതെ തമിഴ്നാട് പോലീസും ഇന്നലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഇത്തരത്തിലുള്ള സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും Z+ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മറ്റ് ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കും വിജയുടെ ദർശനമെന്നും ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും വിജയുടെ കൂടെ മറ്റ് ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഏതായാലും വിജയുടെ ഈ സന്ദർശനം അത് വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. നേരത്തെ വിജയ് TVK പാർട്ടി രൂപീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന് മുൻപ് പെരിഞ്ചത്തൂർ, അതായത് തൂത്തുക്കുടി ജില്ലയിലെ പെരിഞ്ചന്തൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് വിജയ് ഇങ്ങനെയൊരു ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്നതും മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെ വിജയുടെ കൂടെ ഈ ക്ഷേത്ര ദർശനത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വിജയ് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നത് അദ്ദേഹം നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഒരു സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുന്ന മുമ്പ് തന്നെ പല പ്രഖ്യാപനങ്ങളും, ജനകീയ പ്രഖ്യാപനങ്ങളും നടത്തി അങ്ങനെ വലിയ കയ്യടി നേടിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ സിനിമ ഒരു നടൻ എന്ന നിലയിലും അദ്ദേഹം അത്തരത്തിൽ സ്വീകാര്യത നേടിയ ഒരാളായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി സിംഗപ്പൺ അതിരടി പട എന്ന ഒരു സേനയെ രൂപീകരിച്ച് അത് വലിയ തോതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം, ആ ഒരു സേനയുടെ ദൃശ്യങ്ങളെല്ലാം വലിയ തോതിൽ പ്രചാരണം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലതരം പദ്ധതികൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയോ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കി അഴിമതിയില്ലാത്ത ഒരു സർക്കാർ, അതാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന വിജയ്. നമുക്കറിയാം വിജയുടെ ഓരോ പരിപാടികളിലും എത്രത്തോളം ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നതെന്ന്. വിമർശകർക്കെല്ലാം കൃത്യമായ മറുപടി ഇത്തരം യോഗങ്ങളിൽ വിജയ് നൽകാറുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലായി സിംഗപ്പൺ അതിരടി പടയിലും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ, നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിജയ് തമിഴ്നാട്ടിൽ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നത്. നേരത്തെ തീരുമാനിച്ച പ്രകാരം, അല്ലെങ്കിൽ ഒരു നേർച്ച അല്ലെങ്കിൽ വഴിപാട് പോലെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതാണ് സാഹചര്യം. എന്തായാലും മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുകയാണ് ജോസഫ് വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.